നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളക്കാടൻ ബസ്സിലാണ്. ബസ് തൊഴിലാളികളും ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളും മാറുവേണ്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിഷയത്തിലേക്കാണ് മാറുവേണ്ടിയെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് മാവൂരിലെ കോഴിക്കോട്, ചെറുവാടി, അരീക്കോട് ഓടുന്ന 7ഓളം കൊളക്കാടൻ ബസ്സുകളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നില്ല. പകരം അവർ നൽകുന്ന തുക ശേഖരിക്കുകയാണ്. ആ തുക കൊളക്കാടൻ ഗ്രൂപ്പ് ചെയ്യുന്നത് ഷെഫീഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചികിത്സാ ഫണ്ടിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് മാറുമീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഷെഫീഖ് എന്ന വ്യക്തിയുടെ വൃക്കസംബന്ധമായ അസുഖത്തിന് ഞങ്ങളിപ്പം കൊളക്കാടൻ 7 ബസ് ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ജനങ്ങൾ സഹകരിച്ച് ഉള്ളത് എന്ന് ഞങ്ങൾ വിജയിപ്പിക്കുകയാണ്. അല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള കൂലിയൊന്നും വാങ്ങുന്നില്ല. നമ്മളൊക്കെ ഷെഫീഖിൻ്റെ ഫണ്ടിലേക്ക്, അതായത് രോഗിയുടെ ഫണ്ടിലേക്ക് ഞങ്ങളുടെ കൂലി ഇന്നത്തെ 7 കൊളക്കാടുള്ള ജോലിക്കാർ സംഭാവന നൽകുകയാണ്. ഷെഫീഫിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുവാടിയിൽ കാരുണ്യ സ്പർശം എന്ന പേരിൽ ചികിത്സാ സഹായ കമ്മിറ്റി നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഞങ്ങൾ ഇവിടെ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വേക്കാട്ട് ഷെഫീഫ് എന്ന കുട്ടി ഈ കിഡ്നി രോഗം വന്നിട്ട് കുറേ കാലമായി. ഒരു കിഡ്നി നേരത്തെ മാറ്റി വെച്ചതാണ്. രണ്ടാമത്തെ കിഡ്നിയും പോയതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തുടങ്ങിയത്. കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ ഇരിക്കുന്ന ആൾ. അതുപോലെ തന്നെ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇരിക്കുന്ന ആളുകൾ. 1 മാസമായി ഇങ്ങനെയുള്ള ഒരു ജനകീയ കൂട്ടായ്മ വന്നിട്ട്, അതിൻ്റെ മുമ്പും കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയാകാൻ കഴിയാത്തതുകൊണ്ട് മൊത്തം ജനങ്ങളെ ഒന്നായിട്ട് നിരത്തിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് അതിൻ്റെ ഓഫീസിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഷെഫീഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു നേരത്തെ ഇത് കൊടുത്തിരുന്നത്. ഇനി കൊടുക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് പരിശ്രമിക്കേണ്ടി വന്നത്. ഇപ്പോൾ സുമാറ് ഒരു 35 ലക്ഷത്തിൻ്റെ മേലെ വരും ഇതിൻ്റെ ചിലവ്. ഏതാണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ ഇവിടെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊളക്കാടൻ ബസ് 7 ബസ് ഇതിൻ്റെ ചിലവിലേക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്. 2 ദിവസം മുമ്പ് ദിന്ന ബസ് ഓടിയിരുന്നു, ഓട്ടോറിക്ഷക്കാർ ഓടുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിലും ആളുകൾ. ഷമീർ വന്ന ദിവസം തന്നെ ഈ സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്ത് എല്ലാ സംഘടനകളും, ഈ പ്രദേശത്തുള്ള മുഴുവൻ സംഘടനകളും അതാത് കഴിവിനനുസരിച്ച് അവരുടെ ഒരു സംഭാവനയായി സ്വരൂപിക്കാൻ വേണ്ടി ഓല ഏറ്റെടുക്കുകയും ഇപ്പോൾ തന്നെ ഇന്ന് കൊളക്കാട് ബസ്സിൻ്റെ 7 ബസ് ഇപ്പോൾ ഇതിനു വേണ്ടി ഓടുന്നുണ്ട്. അതിൽ ജീവനക്കാരും അതിൻ്റെ പുറമെ നമ്മൾ 20ഓളം വളണ്ടിയേഴ്സും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരുപാട് വലിയൊരു ബാധ്യത ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് മാത്രം സ്വരൂപിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും ഇതിലേക്ക് ഒരുപാട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഫെഡറൽ ബാങ്ക് എടവണ്ണപ്പാറ ബ്രാഞ്ചിൽ ഇതിനു വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളെ സഹായം എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊളക്കാടൻ ഗ്രൂപ്പിൻ്റെ മൂസാജി നമ്മോടൊപ്പം ചേരുകയാണ്. മൂസാജി നമസ്കാരം. നമസ്കാരം. മൂസാജി, നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ കോവിഡ് സമയത്ത് കേരളത്തിൽ ആദ്യമായി സ്വകാര്യ ബസ് നിരത്തിലിറക്കി താങ്കളാണ് അങ്ങനെ ചെയ്തിരുന്നത്. കാരണം നമ്മൾ ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. ഇപ്പം മൂസാജി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം, ഷെഫീഫിൻ്റെ കുടുംബത്തിന് വേണ്ടി 7ഓളം ബസ്സുകൾ നിരത്തിലിറങ്ങുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് സഹായത. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുക? എന്തുകൊണ്ടാണ് ഈ വഴിയിലേക്ക് താങ്കൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തിരിഞ്ഞത്? എന്താണ് താങ്കൾക്ക് പറയുന്നത്? സാമ്പത്തികമായി ക്ഷീണിച്ച ഒരു കുടുംബമാണ്. അപ്പം അവരെ രക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യാവുന്ന കമ്മിറ്റിക്കാരും മറ്റവരും കൂടി ആലോചിച്ചിട്ട് ഒരു ദിവസത്തെ കളക്ഷന് ചിലവ് ഡീസൽ, മറ്റ് ചിലവുകളും കമ്മിറ്റിയും വേറെ ചില ആളുകളും കൂടി ചെയ്യുന്നതാണ്. അതിന് തൊഴിലാളികളും കൂലി വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അപ്പം മൊത്തം 7 ബസ്സും കൂടി ഒരു 1.5 ലക്ഷം റുപ്യൻ്റെ അടുത്ത്
കളക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലാണ്. ജനങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഇപ്പം ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ആൾ 10 രൂപ അല്ല, ഈ ഒരു വിഷയം വരുമ്പോൾ അവർ ചിലപ്പോൾ 20 തരാം. കണ്ടക്ടർമാർ പൈസ വണ്ടിയിൽ ഉണ്ടാകുന്നില്ല. കാരണം ബക്കറ്റും കൊണ്ട് ആര് നടന്നാലും ഇത് കണ്ടക്ടർ ഇല്ല ബസ്സിൽ. കളക്ഷന് കണക്കില്ല, ബക്കറ്റിലിടുക. അത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തതിലൊക്കെ അതാണ്. പിന്നെ നമ്മളിതിന് പ്രധാന കാരണം ഈ കിഡ്നി പേഷ്യൻ്റായിട്ട് നമ്മളൊരു മകൻ മരിച്ചിട്ടുണ്ട്. അത് ശരി. ഈ പ്രായത്തിൽ തന്നെ, യങ് ഏജിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നാട്ടുകാരായ കിഡ്നി പേഷ്യൻസിനെ ലക്ഷ്യസ്ഥാനത്ത് ബസ് പോകുന്ന റൂട്ടിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഫ്രീ ആയിട്ട് നേരത്തെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ കൊളക്കാടൻ ബസ്സുകളിൽ കിഡ്നി രോഗികൾ ആരെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ അത് സൗജന്യമാണ് അല്ലേ? താങ്കളുടെ മകൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതും മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്ക് പിന്നെ ഇറക്കത്തിൽ ആ സെൻറ്റർ, ഡയാലിസിസ് സെൻറ്റർ പിന്നെ ബസ് നിർത്തുന്നതിൻ്റെയും കയറ്റം തുടങ്ങുന്നതിൻ്റെയും മധ്യത്തിലായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ നേരെ മുന്നിൽ നിർത്തി ഇറക്കി കൊടുക്കും രോഗികളെ. ഡയാലിസിസ് സെൻ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ. പിന്നെ പറ്റാവശ്യമായവർക്ക് ഒരു കൂടെ നിൽക്കുന്നവനും വരുന്നവനും ഫ്രീ കൊടുക്കും. സാധാരണ യാത്ര. മൂസാജിയുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമാവട്ടെ. താങ്കളെപ്പോലുള്ള നല്ല മനസ്സിൻ്റെ ഇപ്പം വേറെയും ചിലർ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായും താങ്കൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ മറ്റുള്ളവർ വരുന്നത്. ഇത് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മളിപ്പം മറ്റുള്ളവർക്കും കൂടെ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ അതിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും താങ്കളുടെയും കുടുംബത്തിൻ്റെയും ഒപ്പം താങ്കളുടെ തൊഴിലാളികൾക്കും എല്ലാവിധ ആശംസകളും മാറുമീഡിയ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparam.